എല്ലാവർക്കും സീമാസ് സ്മോൾ കിച്ചൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന ബ്രെഡ് റോളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ശകലം ഒരു 6 ബ്രെഡ് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഏലക്കാപ്പൊടി, ഇത് നമ്മുടെ ഉണക്കമുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഏത്തപ്പഴവും തേങ്ങയും ബാക്കിയുള്ള നട്ട്സും ടൂട്ടി ഫ്രൂട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മുരിച്ച് എടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ശകലം വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം നമുക്ക് നമ്മുടെ കിസ്മിസ് എടുത്തിടാം. അത് നമുക്കൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. കിസ്മിസ് ആദ്യം വറുത്ത് കോരി മാറ്റണം. അല്ല എങ്കിൽ നമ്മൾ ഇനി അത് ഇടുമ്പോഴത്തേക്കും ഒന്നും കൂടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഏത്തപ്പഴവും പഞ്ചസാരയും ഏത്തപ്പഴവും തേങ്ങയും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ തേങ്ങ ഇഷ്ടമുള്ള നമുക്കത് കഴിക്കുമ്പോൾ കടിക്കാനൊരു ടേസ്റ്റ് വരും. അപ്പോൾ വേണമെങ്കിൽ തേങ്ങ കൂടുതലിട്ടാലും നല്ലതാണ്. അതിനകത്തേക്ക് ഞാൻ നേരത്തെ പഞ്ചസാരയുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഇങ്ങനെ മുരിച്ചെടുക്കുമ്പം ഒന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശർക്കര വിളയിച്ചതിടാം. അല്ല എങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നുള്ളൂ. ഏത്തപ്പഴത്തിന് ഒരുമാതിരി പഴുത്ത പഴമായിരുന്നു. നല്ല മധുരമുണ്ട് അതിന്. അപ്പോൾ ഞാൻ അധികം പഞ്ചസാര എടുക്കുന്നില്ല. 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൈഡിൽ ഇത്തിരി കട്ടിയുള്ള കാരണം നമുക്ക് ഇതൊന്ന് മടക്കി എടുക്കാനുണ്ട്. അതിനുശേഷം നമുക്കൊരു ഇച്ചിരി വെള്ളത്തിൽ ഈ ബ്രെഡൊന്ന് പെട്ടെന്നൊന്ന് എടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ കൂട്ടിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്കിതൊന്ന് അതേപോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ബ്രെഡ് ചിലപ്പോൾ അത് പുതുതായി പോകും. പക്ഷെ എന്നാലും നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതിയാകും. ഇതേപോലെ ചുരുട്ടിയെടുത്ത ബ്രെഡിൻ്റെ അകത്ത് വെച്ച ഈ ഒരു കൂട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തെടുത്ത് പോരണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു പാനിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബ്രെഡിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ കൂട്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി എടുത്തു നോക്കാം. ഞാൻ അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം തീ ഒന്ന് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് എടുത്ത് കൊടുക്കാൻ. നമ്മൾ ബ്രെഡിലുണ്ടാക്കുന്ന എല്ലാം ഇതും തീ കുറച്ച് തന്നെ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്ന് തീ കുറച്ച് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. പതുക്കെ മുരിഞ്ഞ് വരട്ടെ.
ചെറു തീയിലായതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ചൂടായിട്ട് മുരിഞ്ഞ് വരാനായി. ഇത് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ മധുരമുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് റോളാക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും. ഒന്നുമില്ല എങ്കിലും നമുക്ക് ഇതേപോലെ ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് വറുത്ത് കോരാം. അല്ല എങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്ത്, അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മൾ കടയിലൊന്നും പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് സ്ലൈസ് ചെയ്ത് മാറ്റിയേക്കുന്നത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രംസായി. ഒന്നില്ല എങ്കിൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഴം ഒന്ന് റോളാക്കി ഉരുട്ടി എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കി ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ആകുമ്പോൾ ഒരു പിള്ളേർക്ക് റോളായതുകൊണ്ട് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് കാണിക്കും അവർ. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ടായെങ്കിൽ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഏത്തപ്പഴം കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളുണ്ട്. ഒന്നില്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഏത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞ് തേനൊഴിച്ച് അവർക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമ്മുടെ റോളൊന്ന് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള റോൾസ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബനാന ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻസ് ആയിട്ട് ഇടണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ ഫുഡ് എൻജോയ് ചെയ്യണം.